മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തുന്നു. ആരോപണമായി ലിസ്റ്റിൻ സ്റ്റീഫൻ. സ്റ്റീഫൻ ഓൺ ദ ഫ്ലോർ. ഓക്കെ, ഇനി നമുക്ക് ആ പ്രമുഖ നടനിലേക്ക് പോവാം. ആരാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ച പ്രമുഖ നടൻ? തുറന്ന് പറയണം മിസ്റ്റർ സ്റ്റീഫൻ. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ സിനിമാക്കാർക്ക് അല്ലെങ്കിലും ഉള്ളതാണ്. ഏതെങ്കിലും ഒരു പടം റിലീസാവുന്നതിന് മുമ്പ് ഒരു ആരോപണം അങ്ങ് ഇറക്കി വിടുക, എന്നിട്ട് ആ പടത്തിന് ഹിറ്റ് അടിപ്പിക്കാൻ മാക്സിമം നോക്കുക. ഇപ്പോൾ താങ്കൾ ഇറക്കി വിടാൻ പോകുന്ന ദിലീപിന്റെ പടം, ദിലീപിന്റെ തുടർന്ന് വന്ന പല പല പടങ്ങളും മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സിനിമയ്ക്ക് എന്തെങ്കിലും ഹൈപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണോ താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്? ഇനി താങ്കൾ ഉപയോഗിച്ച ആരോപണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടേ താങ്കൾ ആ നടന്റെ പേര് പുറത്തുവിടാത്തത്? അത് പുറത്തുവിട്ടാൽ പണി പോകുമെന്ന് പേടിച്ചിട്ടാണോ? ഇപ്പോൾ താങ്കൾ പ്രത്യേകിച്ചുമായിട്ട് വളരെയധികം അകൽച്ചയിൽ നിൽക്കുമല്ലേ ഈ ഒരു വേളയിൽ? അതുകൊണ്ടാണോ താങ്കൾ ഇനി ആ പ്രമുഖ നടന്റെ പേര് പുറത്തുവിടാത്തത്? അതോ ഇനി കൂടെ നിൽക്കുന്ന ആളെ പേടിച്ചിട്ടാണോ താങ്കൾ ഈ പേര് വെളിപ്പെടുത്താത്തത്? കൂടെ നിൽക്കുന്ന നടൻ പ്രമുഖനായിരുന്നു, ജനപ്രിയനായിരുന്നു, ഏറ്റവും വലിയ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കുറ്റം ചെയ്ത വ്യക്തിയുമാണ്. അതെല്ലാം താങ്കൾക്ക് അറിയാം. അറിയാനെന്നിട്ട് കൊണ്ടും ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി? ഇനി നമുക്ക് പ്രമുഖനിലേട്ടോ. ഇനി താങ്കൾ ഉദ്ദേശിച്ച പ്രമുഖൻ ആരൊക്കെയാണ്? ഞാനൊരു ഓപ്ഷൻസ് തരാം. വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ്, the next one is Mohanlal, the third one is Mammootty, and the fourth one is ആരെ കൊടുക്കണം? പറയാറുണ്ടല്ലോ, നിവിൻ പോളി. ഇനി നിവിൻ പോളി വല്ലതാണോ ചെയ്തിരിക്കുന്നത്? ഞാൻ പിന്നെ സൂര്യാടനെ കൂടെ കൊള്ളിക്കാന്ന് വെച്ചു, പക്ഷെ വേണ്ട, പുള്ളിക്കാരൻ ഇപ്പം പടമൊന്നും വലുതായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ദയവ് ചെയ്ത് താങ്കൾ ഈ ഓപ്ഷൻസിൽ നിന്നും ശരിയായവരെ തെരഞ്ഞെടുത്തൊന്ന് പറയുക. ഇനി കുറ്റം ചെയ്തതിനു ശേഷമാണ് താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ താങ്കളും കൂടെ ഇതിനൊരു പ്രതിയായിരിക്കും എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ.